ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഈ വർഷം എല്ലാവരും തന്നെ വളരെ എക്സ്പെക്ടേഷനോടെയും ഹൈപ്പോടെയും കാത്തിരിക്കുന്ന മൂവിയാണ് ഡെഡ്പൂൾ 3. ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലി ഡെഡ്പൂൾ 3യുടെ ആദ്യത്തെ ട്രെയിലറും കൂടാതെ ഡെഡ്പൂൾ 3യുടെ തന്നെ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഇത് ഒഫീഷ്യൽ ടൈറ്റിൽ നമ്മൾ കഴിഞ്ഞ ഷോർട്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാല് പ്രധാനപ്പെട്ട ടൈറ്റിൽസ് ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഏകദേശം ഒരെണ്ണമായിരിക്കും സെലക്ട് ചെയ്യാമെന്ന്. അതിൽ നിന്ന് ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന ടൈറ്റിലാണ് ഇവരിപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ട്രെയിലറിൻ്റെ ചെറിയ രീതിയിലുള്ളൊരു ബ്രേക്ക് ഡൗൺ ആണ്. കാരണം ഈ ട്രെയിലറിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ. അതൊക്കെ നമ്മൾ ഡീകോഡ് ചെയ്താൽ ചിലപ്പോൾ സ്പോയിലർ ആയതുകൊണ്ട് കുറേ ചെറിയ രീതിയിലുള്ളൊരു ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. ഈ ഒരു ട്രെയിലർ സ്റ്റാർട്ട് ചെയ്യുന്നത് വേഡ് വിൽസൻ്റെ അഥവാ ഡെഡ്പൂളിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാണിച്ചുകൊണ്ടാണ്. ആ ഒരു സീന് പറയുന്നുണ്ട് 2 വർഷം എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡെഡ്പൂൾ 2-ന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു മൂവിയുടെ ഈവൻറ്റ്സ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മൾ ലോക്കി സീരീസിൽ കണ്ട TV ഏജൻസ് ഇവിടെ ഡെഡ്പൂളിനെ മീറ്റ് ചെയ്യുന്നതാണ്. ഇത് ഈ മൂവിയുടെ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഒരു റൂമർ ഉണ്ടായിരുന്നു ഈ മൂവിയിൽ വലിയൊരു പ്രാധാന്യം തന്നെ TVക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. TVക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെ ഈ മൂവിയിലുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഡെഡ്പൂളിനെ TV ഏജൻസ് TVയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീനാണ്. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ മാർവൽ സ്റ്റുഡിയോസിൻ്റെ ലോഗോ കാണുന്നു. ഈ ലോഗോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കണ്ട പോലത്തെ ഒരു വൈബ്രൻ്റ് ആയ ലോഗോ അല്ല നമ്മൾ ഈ സീനിൽ കാണുന്നത്. ഈ ലോഗോയിൽ നല്ല ചുവന്ന ലോഗോയാണ്. കാരണം ചോര കളർ പോലത്തെ ലോഗോ. ഇത് മേ ബി ഇവരെ ടീസ് ചെയ്യുന്നത് MCUവിൽ ആദ്യത്തെ R-rated മൂവിയാണ് ഡെഡ്പൂൾ 3. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടീസായിരിക്കും ഈ ഒരു ലോഗോയിലൂടെ ഇവർ കാണിച്ചിട്ടുണ്ടാവുക. പിന്നെ പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് എന്തിനാണ് TV ഈ ഒരു മൂവിയിലേക്ക് വരുന്നത്, കൂടാതെ ഡെഡ്പൂളിനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ. കാരണം നമ്മൾ ഡെഡ്പൂൾ 2-ൻ്റെ ലാസ്റ്റ് കണ്ടതാണ് ഡെഡ്പൂള് ആ ഒരു കേബിളിൻ്റെ ടൈം ട്രാവൽ മെഷീൻ യൂസ് ചെയ്തിട്ട് പാസ്റ്റിൽ പോയി തൻ്റെ ഫിയാൻസിയെ രക്ഷിക്കുന്നത്. കൂടാതെ എക്സ്പോർട്സിലുണ്ടായിരുന്ന പല ഹീറോസിനെയും രക്ഷിച്ച് വളരെ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് TVയെ ഈ ഒരു മൂവിയിൽ വരുന്നതും ഈ ഡെഡ്പൂളിനെ കൊണ്ടുപോകുന്നതും നമ്മൾ കാണുന്നത്. പക്ഷേ ലോക്കി സീസൺ 2-ന് ശേഷം പല മാറ്റങ്ങളും TVയിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് ഇവർ കണക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് വലിയ ഉറപ്പില്ല. എന്നാലും അത് മൂവി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇനി ട്രെയിലറിലേക്ക് തിരിച്ചു വരാം. TVയിൽ എത്തിയ ഡെഡ്പൂളിനെ നമ്മളൊരു കൺവേർഷൻ റൂമിലാണ് കാണുന്നത്. ബട്ട് നമ്മൾ ലോക്കിയിൽ കണ്ട പോലത്തെ ആ ഒരു റൂം അല്ല. അതുകൊണ്ട് തന്നെ ഇത് ഡിഫറെൻറ്റ് TV ആണോ അതോ TV ആണോ നമുക്ക് വലിയ ഉറപ്പുമില്ല. ആ ഒരു TVയിൽ കൺവേർഷൻ റൂമിലാണ് ഡെഡ്പൂൾ ഇരിക്കുന്നത്. അടുത്ത് തന്നെ ഏജൻറ്റ് പാരഡോക്സ് എന്ന ഒരു പുതിയ ഏജൻറ്റിനെയും TV ഏജൻറ്റിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഏജൻറ്റ് പാരഡോക്സ് ഡെഡ്പൂളിനെ മാർവൽ യൂണിവേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനാണ്. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഏജ് ഓഫ് അൾട്രോണിൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ അവഞ്ചേഴ്സ് അസംബിൾ ആവുന്ന ഒരു സീൻ കാണുന്നുണ്ട്. ആ സീനാണ് TVയിൽ ആ സ്ക്രീനിൽ കാണിക്കുന്നത്. കൂടാതെ തന്നെ അയൺമാൻ്റെ ഒരു സീന്, പിന്നെ തോർ റാഗ്നറോക്കിൽ തോർ തൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരുന്ന ആ ഒരു സീനുമാണ് നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നത്. പിന്നീട് നമ്മളൊരു ഡെസേർട്ട് പോലെ സ്ഥലമാണ് കാണുന്നത്. ആ ഒരു ഡെസേർട്ട് പോലെ സ്ഥലത്ത് ഒരു ക്യാരക്ടറിനെ അവർ കാണിക്കുന്നുണ്ട്. അതൊരു ബാക്ക് ഷോട്ടാണ്. ബട്ട് നമുക്ക് ആളുടെ മുഖം കാണാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഒരു അസംഷൻ അനുസരിച്ച് മേ ബി അത് ചാൾസ് എക്സേവറിൻ്റെ സിസ്റ്ററായ കസാൻഡ്ര നോവ എന്ന ഒരു മ്യൂട്ടൻ്റ് ആവാനാണ് ചാൻസ്. ഈ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത് എമ കോറിനാണ്. എമ കോറിൻ ഇതിലൊരു മ്യൂട്ടനെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് നേരെ റൂമർ ഉണ്ടായിരുന്നു. മേ ബി ഈ ക്യാരക്ടർ ആയിരിക്കും നമ്മൾ ഈ ഒരു ബാക്ക് ഷോട്ടിലൂടെ കണ്ടിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ കാണുന്നത് ഡെഡ്പൂള് കാസിനോ പോലെ സ്ഥലത്തോടെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് മുമ്പിലായിട്ട് ഒരു ചെയറിൽ ഒരാൾ ഇരിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. മേ ബി അത് വോൾവറിൻ്റെ ഒരു വേരിയൻ്റ് ആവാനാണ് ചാൻസ്. കാരണം ആ ഒരു മുടിയെല്ലാം കണ്ടിട്ട് ബാക്ക് ഷോട്ട് കണ്ടിട്ട് അത് വോൾവറിനായിട്ടാണ് തോന്നുന്നത്. മേ ബി ഇത് കോമിക്സിൽ വോൾവറിൻ്റെ വേരിയൻ്റായ പാച്ച് ആവാനാണ് ചാൻസ്. കാരണം ഇങ്ങനത്തെ ഒരു വെള്ളക്കോട്ടൊക്കെ ഇട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ കോമിക്സിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മേ ബി ആ ഒരു വോൾവറിൻ്റെ വേരിയൻ്റ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ടുള്ള സീന് നമ്മൾ കാണുന്നത് ഡെഡ്പൂളിൻ്റെ സ്യൂട്ടപ്പ് സീനാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സീനിൽ തന്നെ നമ്മൾ ഡെഡ്പൂളും TV മിനിസ്മാനുമായിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് കാണുന്നത്. ഒരു സ്നോ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നത്. ആ ഒരു ഫോറസ്റ്റ് വെച്ചുള്ള ഫൈറ്റ് സീക്വൻസ്, ആ ഒരു ഏരിയ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് മേ ബി അത് നമ്മൾ ഏജ് ഓഫ് അൾട്രോണിൻ്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു അവഞ്ചേഴ്സ് അസംബിളായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അതുപോലത്തെ ഒരു ഏരിയ ആയിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. മേ ബി അതുപോലത്തെ തന്നെ സ്ഥലമാവാം, അല്ലെങ്കിൽ മേ ബി വോയിഡിൻ്റെ തന്നെ എന്തെങ്കിലും പാർട്ടും ആവാം. ഈ ഒരു ട്രെയിലറിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് തന്നെ കണ്ടപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു മൂവിയിലുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ വളരെ പൊളി തന്നെയായിരിക്കും. കാരണം ആ ഒരു വോയിഡിലുള്ള
ഫൈറ്റ് സീക്വൻസ് ട്രെയിലറിൽ കാണിക്കുന്നതൊക്കെ വളരെ ഗംഭീരമാണ്. കൂടാതെ ഓടിലൊരു ഗൺ ഷോട്ട് കാണിക്കുന്ന ഒരു സീനിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് 20th സെഞ്ച്വറി ഫോക്സിൻ്റെ ഒരു ലോഗോ വീണ് കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇത് ഫോക്സ് യൂണിവേഴ്സിൻ്റെ ഒരു അന്ത്യം തന്നെയായിരിക്കും ഇവർ കാണിക്കാൻ പോകുന്നതെന്ന്. പിന്നീട് നമ്മൾ ഒരു TV മിനിസ്മാനെ നമ്മൾ ലോക്കി സീസൺ 1 കണ്ട ആ ഒരു വേർഡിലുള്ള സ്മോക്ക് ക്രീച്ചറായ അലൈത്ത് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലോക്കി സീസൺ 1 നമ്മൾ കണ്ട പല TVയിലെ പല സംഭവങ്ങളും ഇതിൽ റിട്ടേൺ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്കി സീരീസുമായിട്ട് വല്ല കണക്ഷനും വരുമോ എന്ന് നമുക്ക് മൂവി കണ്ടേ തീരുമാനിക്കാൻ പറ്റും. ആദ്യത്തെ എക്സ്പാൻഡ് മൂവിയിലുണ്ടായിരുന്ന പല ആക്ടേഴ്സും ഈ ഒരു മൂവിയിൽ റിട്ടേൺ ആവുന്നുള്ള കാര്യം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമായിട്ട് ഈ ഒരു ട്രെയിലറിൽ തന്നെ ഒരു സീനിൽ നമ്മൾ എക്സ്മാൻ ലാസ്റ്റ് സ്റ്റാൻഡിലും കൂടാതെ X2 നമ്മൾ കണ്ട പാരൺ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച ആരോൺ സ്റ്റാൻഫോർഡ് എന്ന ആക്ടർ ഈ ഒരു സീനിൽ നമുക്ക് ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് മൂവീസ് ഉണ്ടായിരുന്ന പല ക്യാരക്ടേഴ്സും ഈ ഒരു മൂവിയിൽ റിട്ടേൺ ആവാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെ ഈ ഒരു മൂവിയുടെ മെയിൻ ഫാക്ടർ വൂൾവറിൻ. ഈ ഒരു മൂവിയിലെ ഈ ട്രെയിലർ തന്നെ എല്ലാവരും കാത്തിരുന്ന മെയിൻ കാര്യം ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറിനെ ഒരു കോമിക് ആക്യുറേറ്റ് സ്യൂട്ടിൽ കാണിക്കുന്നതായിരിക്കും. ബട്ട് ട്രെയിലറിൽ വൂൾവറിനെ നേരെ കാണിച്ചിട്ടില്ല. ബട്ട് വൂൾവറിൻ്റെ ധാരാളം ടീസുകൾ തുടക്കം തൊട്ട് തന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഒരു ആ കാസ്റ്റിനോടെ സീൻ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ആ കാസ്റ്റിനോട് ബാക്ക് ഷോട്ട് ചിലപ്പോൾ അത് വൂൾവറിനെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. കൂടാതെ ഡെഡ്പൂൾ കാറിലിരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ ആ ഒരു കാറിൻ്റെ സീറ്റ് സ്ക്രാച്ച് ആയ പോലെ കാണിക്കുന്നുണ്ട്. ആ സീറ്റ് സ്ക്രാച്ച് ആയത് വൂൾവറിൻ്റെ ക്ലോസ് കൊണ്ട് ആയതുപോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതൊരു ടീസായിട്ട് നമുക്ക് പരിഗണിക്കാം. പിന്നെ ലാസ്റ്റ് ഡെഡ്പൂൾ അവിടെ വീണ് കിടക്കുമ്പോൾ ഒരു ഷാഡോ ഷോട്ടിലാണ് നമുക്ക് വൂൾവറിനെ കാണിച്ചിട്ടുള്ളത്. ആ ഒരു ബാക്ക് ഷോട്ട് തന്നെ നമുക്ക് പറയും. ബാക്ക് ഷോട്ട് രീതിയിലും വൂൾവറിനെ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ഫുൾ ലെങ്ത് കോമിക് ആക്ടർ സ്യൂട്ടിൽ വൂൾവറിനെ ഇപ്പോൾ ട്രെയിലറിൽ കാണാൻ സാധിച്ചിട്ടില്ല. ബട്ട് ആ ഒരു സീൻ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീനായിട്ട് ട്രെയിലറിൽ പറയാൻ പറ്റും. ആ ഡെഡ്പൂൾ ആ നിലത്ത് വീണ് നിൽക്കുന്ന സീൻ, ആ വൂൾവറിൻ്റെ ഒരു ബാക്ക് ഷോട്ട്, ആ ഒരു ഷാഡോ ഷോട്ട് കാണിക്കുന്ന സീനിൽ ആ വീണ് നിൽക്കുന്ന തൊട്ടടുത്തായിട്ട് നമുക്കൊരു കോമിക്ക് കാണാൻ സാധിക്കും. ആ കോമിക്ക് സീക്രട്ട് വാർസ് ഇഷ്യൂ 5 ആണ്. ഇത് ഡയറക്റ്റ് അവർ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ ഒരു മൂവി മേ ബി ഡയറക്റ്റ് ലീഡ് ചെയ്യാൻ പോകുന്നത് സീക്രട്ട് വാർസിലേക്ക് ആയിരിക്കും എന്ന ഒരു കാര്യത്തിനായിരിക്കും അവർ ആ ഒരു കോമിക്സ് അവിടെ വെച്ചുകൊണ്ട് അവർ ടീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറിൻ ഇനി റിട്ടേൺ ആവുക മേ ബി സീക്രട്ട് വാർസിലായിരിക്കും എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതാണ് ഈ ട്രെയിലറിനെ കുറിച്ചുള്ള എനിക്ക് പറയാനുള്ള ചെറിയൊരു ബ്രേക്ക് ഡൗൺ. ഈ ഒരു ബ്രേക്ക് ഡൗൺ ഇത്രയൊന്നും അല്ല. ഇനി പറയാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ ട്രെയിനിനെ കുറിച്ച് ബാക്കിയുണ്ട്. അധികം നീട്ടി വലിച്ചാൽ മേ ബി സ്പോയിലറായി പോകും. അത് നിങ്ങൾക്ക് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമാകാൻ കാരണമാവുന്നുണ്ട്. അധികം നീട്ടി വലിക്കുന്നില്ല. നമുക്ക് ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. കൂടാതെ നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്, ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ എന്ന കാര്യങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഗൈസ്, ബൈ.